കർത്തൃദാസൻ സാഗുവർഗീയ സൗരൻ, ഈ സ്ഥലസഭ ഇവിടെ ശുശ്രൂഷിക്കുന്ന മാന്യ കർത്തൃദാസൻ, ഈ സ്ഥലസഭയിലെ ദൈവകുഞ്ഞുങ്ങൾ, ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന സഹപടന്മാരായ എല്ലാ കർത്തൃവൃത്യന്മാർ, ഉണ്മയോടും വിശ്വസ്തയോടും ദൈവത്തെ ആരാധിക്കുന്ന മാന്യ ദൈവകുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ഈ ശുശ്രൂഷയുടെ ചുമതലപ്പെട്ടവർ, എൻ്റെ കൂടെ കടന്നു വന്നൊരു കർത്തൃദാസൻ, അദ്ദേഹം മാമച്ച പാസ്റ്റർ, മാവേലിക്കര IPC സഭയുടെ ശുശ്രൂഷകനാണ് കേട്ടുകുളങ്ങര. ഞങ്ങൾക്കൊന്നിച്ച് യാത്ര ചെയ്ത് വരുവാൻ ദൈവം കരുണ ചെയ്തു. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലും. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാനാണ് കർത്താവിൽ ശരണപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. യാത്രയിൽ അല്പം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എങ്കിലും ഈ സമയത്ത് ദൈവം കൂട്ടിവരുത്തിയതിനാൽ കർത്താവിന് മഹത്വം. 2 ദിവസം മുൻപ് വരണമെന്ന് ചിന്തിച്ചുവെങ്കിലും ഇന്നലെ ഒരു ശുശ്രൂഷ, നാട്ടിലെ ഒരു വിവാഹ ശുശ്രൂഷയിൽ അത്യാവശ്യമായി സംബന്ധിക്കണം, അതുകൊണ്ട് വരുവാൻ ഞാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവം കൂട്ടിവരുത്തതിനാൽ കർത്താവിന് മഹത്വം. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ കർത്തൃദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കം വായകത്തിലാണെങ്കിലും മുഴുവൻ കാര്യവും സഹപാസ്റ്റർ പറഞ്ഞു എന്നെപ്പറ്റി, അതുകൊണ്ട് ഇനി ദീർഘമാകുന്നില്ല. എന്തെങ്കിലും മാനുഷികമായ അപാകതകൾ വരുന്നെങ്കിൽ നിങ്ങളും സദയം ക്ഷമിച്ച് ശുശ്രൂഷയിൽ സഹകരിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. 1 മാസമായിട്ട് ശബ്ദം അങ്ങടഞ്ഞു. നേരത്തെ വന്ന ശബ്ദം അടഞ്ഞതാണ്. ദിവസങ്ങളിൽ പാടുവാനൊന്നും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ദൈവം തരുന്ന രോഗശാന്തിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അത് ഓർപ്പിച്ചത് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അതിനേക്കാൾ നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, വചനത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള, ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ദൈവവൃത്തന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സിംഹഭാഗം ആൾക്കാർ. പ്രായം ഞാനും പൊതുവെ പറയുന്നില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വീണ്ടും നിങ്ങളെ എല്ലാം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അല്പം കൂടെ ഏറെ സമയം വചനം ധ്യാനിക്കാം എന്ന് ദൈവം കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെട്ടു. വീട്ടിൽ അല്പം പ്രയാസം ഉണ്ടായിരുന്നു. വൈഫും കുഞ്ഞും അഡ്മിറ്റ് ആയിരുന്നു. ദൈവം അവർക്ക് സൗഖ്യം കൊടുത്ത് വീട്ടിൽ മിനിഞ്ഞാന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നു. എനിക്കും പ്രാർത്ഥനയോടെ എത്തുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോഴേ പറയുവാൻ തുനിയുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ലളിതമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണല്ലോ വായിച്ചത്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ടെ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത് വാക്യമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ, ഒന്നുകൂടെ വായിച്ച, എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. മുഖകാന്തിയൻ മ്ലാനത നീങ്ങും, നിൻമുഖകാന്തിയൻ മ്ലാനത നീങ്ങും, നിന്മധുരാമൃത വചനം ഇന്നതയാകവേ പോകും, നിന്മധുരാമൃത വചനം ഇന്നതയാകവേ പോകും. മഹിമയേഴും പരമേശ, മഹിമയേശു മഹേശ, മഹിമയേഴും പരമേശ,
ക്രൂശിലെ രക്തമേ ജീവനാധാരം, ക്രൂശിലെ ആശാലോകം വെടിഞ്ഞോട ആശയോടെ ശുഭനേട, ആശാലോകം വെടിഞ്ഞോട ആശയോടെ ശുഭനേട, മഹിമയേറും പരമേശ മഹിമയേറും പരമേശ മഹേശ, മുകിൽ ഭീകരമായി വരും നേരം, മുകിൽ ആത്മതോനിയമത്തിനില്ല നായതിൽ നീരുമൻ ഭാരം, ആത്മതോനിയമത്തിനില്ല നായതിൽ നീരുമൻ ഭാരം, മഹിമയേറും മഹിമയേറും പരമേശ മഹിമ യേശു മഹേശ, മഹിമയേറും പരമേശ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പലരെയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിന് ഇന്ന് പറഞ്ഞാൽ സമയം ദീർഘമാകും. ജോൺസൺ ഡാനിയൽ അവർ പ്രിയ കെസി ചാക്കോ പാസ്റ്ററുമായിട്ട് ഫിലദൽഫിയയിലെ എൻ്റെ ഓർമ്മിച്ചിട്ട് കോശുവൈദ്യൻ പാസ്റ്റർ വീട്ടിൽ ഞങ്ങൾക്ക് അല്പസമയങ്ങളിലിരുന്ന് ആത്മാവിലാകുവാനും പ്രാർത്ഥിപ്പാനും ഇടയായി. ഷാജി ഡാനിയൽ പാസ്റ്ററുടെ സഹോദരൻ സാം ഡാനിയൽ അവർ, ഇങ്ങനെ പരിചിതരായ പലരുണ്ട്. അവരെ എല്ലാവരെയും നല്ല ബന്ധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിന്റെ പ്രാരംഭ പദം ജയിക്കുന്നവൻ എന്തിനെയൊക്കെ ജയിക്കണം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. അതൊന്നും ഇപ്പം ദീർഘമാക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം ആരംഭിച്ചു. വെളിപ്പാടിൽ വായിക്കുന്നത് ഇനി മരണം ഉണ്ടാകില്ലെന്ന്. അങ്ങനെ ഈ പുസ്തകവുമായിട്ട് വളരെ അടുപ്പങ്ങൾ 2 പുസ്തകത്തിനുമുണ്ട്. അതേ സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. ചില ആൾക്കാർ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് സമയത്തും കാലത്തും നിർത്തുകയല്ലെന്ന. അത് ഞാൻ ഇന്ന് കാണിക്കാം. അപ്പൊ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നിങ്ങള് ദൈവദാസന്മാരെന്റെ സഹശുശ്രൂഷകന്മാർ സഹപടന്മാരാണ്. നന്നായിട്ട് വചനം അറിയാം. പക്ഷെ നിങ്ങൾ മസല് പിടിച്ചിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് നമുക്കെല്ലാം ദീനം ഒത്തിരിയുള്ള കൊളസ്ട്രോള്, പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ഈ രോഗം കഴിയുമ്പോൾ പിന്നെ ദണ്ണമെണ്ണം നാളെ വരാനൊക്കെ. അപ്പൊ അതുകൊണ്ട് സന്തോഷിച്ച് ദൈവത്തെ, ഞാൻ ചിലപ്പോൾ പോഷകമായിരിക്കും ചിലപ്പം പറയുന്നത് ചിലർക്ക് തോന്നും, എന്നാലും ദൈവത്തെയല്ലേ സ്തുതിക്കുന്നു. അപ്പോൾ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. നമുക്കറിയാം 22 അധ്യായങ്ങൾ. വേഗത്തിൽ പഠിപ്പാൻ വേദ പഠിതാക്കൾ ഇതിനെ ഓരോ അധ്യായവും വിഷയങ്ങളായിട്ട് അവതരിപ്പിക്കും. ചില പറയാറുണ്ട് വേദ പണ്ഡിതൻ. അങ്ങനെ ആൾക്കാരില്ല. നമ്മളെല്ലാം കൂടെ പുതിയ പണ്ഡിതനാക്കി വെച്ചേക്കുന്നതാണ്. ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വേദപണ്ഡിതന്മാരില്ല. ചെറിയ ഒരു കാര്യം പറയാം, എന്റെ അനുഭവത്തിൽ നിന്നാണ്. വേദപണ്ഡിതനായിട്ട് ആരുമില്ല, അതൊക്കത്തില്ല. കാരണം ഇത് പഠിക്കും തോറും നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്.
എന്റെ ചെറിയ കാര്യം പറയാം. വേദപുസ്തകം പഠിക്കുന്നതോടും എനിക്ക് മനസ്സിലായി നമുക്കൊന്നും അറിയത്തില്ല. 2, വേദപുസ്തകം പഠിക്കുന്നതോടും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. കാരണം യാതൊരു യോഗ്യതയും അർഹതയും യാതൊരു ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന എനിക്കും നിങ്ങളിൽ പലർക്കും ദൈവം ഇത് വെളിപ്പെടുത്തി തന്നല്ലോ. എന്റെ നാട്ടുകാരും അയൽവക്കക്കാരാണ് ജെയിംസ് അച്ഛൻ മുട്ടുകാരൻ. ഇവിടെ വന്ന് എഴുന്നേറ്റ് നമ്മുടെ കാവലല്ലോ നമ്മുടെ എന്റെ അയൽവക്കമാണ്. അദ്ദേഹത്തിന് ഇടയിലെ കടയുണ്ട്. ഇവിടെ കടയിൽ നിന്ന് പലയിലൊക്കെ മേടിക്കും. ഞങ്ങൾ വളരെ അടുപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ എന്നെ പറ്റി അറിയാം. യാതൊരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. യാതൊരു നിങ്ങള് അമേരിക്കയിലൊക്കെ വന്നത് എന്തിനും അതിനൊരു മുഖാന്തരമുണ്ട്. വന്ന കാലം ഓർത്തു. വന്ന കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പുറകെ വന്നവരുണ്ട്, അതല്ലെങ്കിൽ ബന്ധം പിടിച്ചു വന്നവരുണ്ട്, പഠിച്ചു മിടുക്കരായി പാസ്സായി വന്നവരുണ്ട്, വഴി സ്കൂളിൽ പഠിക്കാൻ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ ഇവിടെ തട്ടി വിളിക്കാൻ. ആ ഭാഗത്തേക്ക് ഞാൻ സഹപാസനോട് പറഞ്ഞ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ പലരും എല്ലാരും അല്ല ചിലര് അങ്ങനെയൊക്കെയാ വന്നേ. ഇതിൽ ഇങ്ങനെയുള്ള ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു. അപ്പൊ ഈ പോഷനായ യോഗ്യതയില്ലാതിരുന്ന എനിക്ക് ഈ കാര്യമൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നല്ലോ. അപ്പൊ 2 കാര്യത്തിൽ ഞാൻ പറയാനുള്ളത്, 1, പഠിക്കുന്നതോറും ഒരു കാര്യം മനസ്സിലാകുന്നു, നമുക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. 2, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. അനുപമ സ്നേഹത്തിൻ ആഴവും അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും അകലവും നീളവും അറിയുവാൻ തോന്നിക്കുന്നേ. അകലവും നീളവും തോന്നിക്കുന്നേ. ശ്രീയേശുനാഥനിൽ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി താരയിൽ വന്ന, തേടി താരയിൽ വന്ന. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, ഒടുവിലൊരിക്കൽ അവിടെയും പാടും നിന്നതിശയ, അവിടെയും. ഒരു മിനിറ്റ്, ഈ പാട്ട് മധുരയുടെ മധുരഗായനാകുന്ന എം വി ചെറിയാച്ചനാൽ എഴുതപ്പെട്ട വരികളാണ്. ഈ ലോകപരമായി പഠിച്ചാൽ ലോകത്തിന്റെ പാട്ട് പാടുന്ന കേരളത്തിലൊരു പാട്ടുകാരനായിരുന്നു ജയചന്ദ്രൻ. അദ്ദേഹം ഒരിക്കൽ തന്റെ ഡയറിയിലോ ജീവിതത്തിൽ എഴുതി, എന്റെ മരണം വരെ ഞാൻ പാടുമെന്ന്. ഇത്രയ്ക്ക് പാട്ടിനോട് പ്രിയമാണ്. സംഗീത സാമ്രാട്ടിലൊരാളാണ്. എന്റെ മരണം വരെ ഞാൻ പാടും. മരണാനന്തരത്തെ പറ്റി ജയചന്ദ്രൻ അറിയാത്തത് കൊണ്ടാണ്. എന്നാലത് മനസ്സിലാക്കി എം വി ചെറിയാച്ചൻ പാടിയത് അതിന് ശേഷവും പാടും. കേരളത്തിന്റെ ഭാവഗായകനാ ജയചന്ദ്രൻ. അദ്ദേഹം പറഞ്ഞു, മരണം വരെ പാടും. എന്നാൽ ക്രിസ്തുവിൽ ദർശനം പ്രാപിച്ച് മധുരയുടെ മധുരഗായനാകുന്ന എം വി ചെറിയാച്ചൻ പാടിയത് മരണം വരല്ല, മരണം കഴിഞ്ഞ ഒരു പാട്ടുണ്ട്. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, അവിടെയും പാടും നിൻ അതിശയ സ്നേഹത്തെ, അവിടെയും പാടും അതിശയ സ്നേഹത്തെ. ശ്രീയേശു സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി താരയിൽ വന്ന, തേടി
വിഷയങ്ങളായിട്ട് നമ്മെ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് പലർക്കും അറിയാം. 22 അധ്യായം 1-ാം അധ്യായത്തിലെ വിഷയം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. വെളിപ്പാട് 2-3 അധ്യായം 7 സഭകൾക്കുള്ള ദൂത്. 4-ാം അധ്യായം വിവാദ ഭാഗങ്ങളാൽ സഭ സ്വർഗത്തിൽ. 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം ഭൂമിയുടെ. 6-ാം അധ്യായം 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായം 12 ഗോത്രങ്ങളിൽ മുദ്രിതന്മാരാകുന്ന 144,000 പേര്. 8-ാം അധ്യായം പഠിക്കുമ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുകയും 7 കാഹളത്തിൽ 4 കാഹളങ്ങളും വീട്ടും. 9-ാം അധ്യായം യൂഫ്രട്ടീസ് നദി തിരിച്ച് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടും. 10-ാം അധ്യായം ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ. അത് വിവാദ വിഷയമാണ്. അവരുടെ ശുശ്രൂഷ, മരണം, ജീവശ്വാസം വരുന്നു, കാലൊന്ന് നിൽക്കുന്നു, എടുക്കപ്പെടുന്നു. 12-ാം അധ്യായം സൂര്യധാരണയായ സ്ത്രീ പ്രസവവേദനപ്പെടുന്നു, കുട്ടിയെ പ്രസവിക്കുന്നു, ആൺകുട്ടി ജനിക്കുന്നു, സർപ്പം വരുന്നു, മരുഭൂമിയിലേക്ക് ഓടുന്നു, കുട്ടി എടുക്കപ്പെടുന്നു. വെളിപ്പാട് 12. വെളിപ്പാട് 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുന്നു. വെളിപ്പാട് 15-ാം അധ്യായം മോശയുടെ പാട്ട്, കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ വിളിച്ച് വൈണികന്മാർ പലക നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് 16-ാം അധ്യായം 7 ക്രോധകലശം ഭൂമികൾ കൊണ്ടൊഴിക്കുന്നു. വെളിപ്പാട് 17-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി മർമ്മം മഗതിയാം ബാബിലോൺ. വെളിപ്പാട് 18 വാണിജ്യ ബാബിലോണിന്റെ അധപതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകും. വെളിപ്പാട് 19-ാം അധ്യായം ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രത്യാശയുടെ അധ്യായമാ കുഞ്ഞാടിന്റെ കല്യാണം. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വെളിപ്പാട് 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച, 1000 കൊല്ലം ഈ ഭൂമിയിൽ ഭരിക്കുന്ന വിഷയങ്ങൾ. വെളിപ്പാട് 21-ാം അധ്യായം പുത്തനവശലി ഭർത്താവിനായിട്ട് അലങ്കരിച്ച മടമാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ കാഴ്ച, അതാണ് വെളിപ്പാട് 21. വെളിപ്പാട് 22-ാം അധ്യായം ഒറ്റ വാക്കി പറഞ്ഞാൽ നിത്യത. നിത്യതയിലേക്ക് ദൈവകുഞ്ഞുങ്ങൾ പ്രവേശിക്കും. ഇപ്പോൾ ആരും ഒറ്റ വാക്ക് പറഞ്ഞാൽ നിത്യതയിൽ പോകുന്നില്ല. ഇപ്പോഴാരും പോയി ഇപ്പം മരിക്കുന്നതൊക്കെ കർത്താവിൽ മരിക്കുക, കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ പക്ഷേ പേപ്പറിലൊക്കെ കൊടുക്കുന്ന പാപ്പച്ച നിത്യത സ്വഭാവം വെച്ചാൽ പോകാനൊരു ചാൻസും, പിന്നെ കുടുംബക്കാരകൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ആരും നിത്യതയിൽ പോകുന്നില്ല, ഇപ്പൊ കർത്താവിൽ മറഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് വെളിപ്പാട് പുസ്തകം വേഗത്തിൽ പഠിപ്പാൻ അധ്യായത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മള് 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ് വായിച്ചത്. ജനിക്കുന്നവൻ. അത് ഓർമ്മിച്ചല്ല. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടവനായി പാർക്കുന്ന വേളയിൽ യേശു ക്രിസ്തുവിനെ ദർശിക്കുവാനിടയായി. യോഹന്നാൻ പത്മോസിൽ നാടുകടത്തപ്പെട്ടത് 2 കാരണമാണ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 1 യേശു ക്രിസ്തുവിന്റെ സാക്ഷി, 2 ദൈവത്തിന്റെ വചനം. അതിനായി നാടുകടത്തപ്പെട്ടത്. പലയിടങ്ങളിൽ നാടുകടത്തപ്പെടുന്നത് പലരും ഇങ്ങനല്ല. ഒന്നെങ്കിൽ ചിട്ടി നടത്തി പൊട്ടി, പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ പുള്ളി വിടുതലിന്റെ ശുശ്രൂഷയായിട്ട് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ട്രാവൽ ഏജൻസി നടത്തി നാട്ടുകാരുടെ പാസ്പോർട്ടും കാശും എല്ലാം മേടിച്ച് മുങ്ങി. കുറച്ച് കഴിയുമ്പോൾ പുള്ളി വിക്ടറി ചർച്ച് ഓഫ് ഗോഡ്, വിക്ടറിയ ആൾക്കാരെ കൊല്ലാഞ്ഞത്. ചിലരെ നാട് കടത്തപ്പെടുന്നത് ഐതത്തിരാജുമായിട്ട് ഉടക്ക്. അപ്പൊ പറയും നമ്മൾ ഇനി ഇവിടെ നിന്ന് അത്ര അതിന് തർക്കം, അവരറിയാതെ കല്ല് മാറ്റി കിട്ടും. ആൾക്കാരൊക്കെ കൊണ്ട് വേണേൽ നിർബന്ധമാണ് യോഗം കഴിഞ്ഞ് പേര് പറയും. ചിലര് സഹോദരങ്ങളോട് കയറി നാടൻ ഭാഷയാ പോർത്ത വീട്ടുകാര ഉടക്ക്, അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും. അപ്പൊ പിന്നെ സ്വന്തം നാട്ടിരിക്കാൻ നോക്കത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ നാട് കടത്തപ്പെടുന്നത്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവര് നോട്ടീസിലൊക്കെ പേരും ഫോട്ടോയും വരും. വിടുതലിന്റെ ശുശ്രൂഷ അങ്ങനെ വന്ന ധാരാളം ആൾക്കാരുണ്ട്. യോഗം ഞാൻ അങ്ങനൊന്നും വല്ല പോയത്. 2 കാരണത്താലാണ് നാട് കടത്തപ്പെടുന്ന പുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം വായിച്ചു. നിങ്ങളുടെ സഹോദരനായ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ നിങ്ങളുടെ സഹോദരൻ യേശുവിന്റെ രാജ്യത്തിലും കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് ദ്വീപിലായിരുന്നു. അടുത്തത് വാക്യം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. അപ്പോൾ അവിടെ വായിക്കുന്നത് യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന നിമിത്തം ഞാൻ പത്മോസിൽ
ആയിരുന്നു. അപ്പൊ രണ്ട് കാരണത്താൽ യോഹന്നാനെ പത്മോസിൽ നാട് കടത്തപ്പെട്ടു. അതിന് എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു ചരിത്രം പറഞ്ഞതാണ്, ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. നമുക്കറിയാം പീഡ ഉണ്ടാകാൻ കാരണം, പ്രാരംഭ കാരണം സുന്ദരം എന്ന ദേവാലയത്തിൽ നിന്ന് മുടന്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വലുത് കിട്ടുമെന്ന് കരുതി പിച്ച ചോദിച്ചു. അപ്പൊ ഇവരുടെ നോട്ടവും നടപ്പും ഒക്കെ കണ്ടപ്പം ഭിക്ഷക്കാരന് മനസ്സിലായി വല്ല ഉണ്ടെന്ന്. നാട്ടിലൊക്കെ ചിലര് ഭിക്ഷക്കാരെ കാണുമ്പോൾ ഗേറ്റും പൂട്ടി വെച്ച് പട്ടിയെ തുറന്നു വിടുന്നവർ. ഒരു കാര്യം പറയാം, ഭിക്ഷ കൊടുത്തോണം, നേർച്ച കൊടുക്കരുത്. ഞങ്ങൾക്ക് ഒരു പാപ്പച്ചാനുണ്ട്. ഞാൻ പാപ്പച്ചാന്റെ നിർണ്ണയിക്കാൻ വേറൊരു സഹോദരനുണ്ട്. MC റോഡിന്റെ സൈഡിലാണ് വീട്. അപ്പോൾ ഒരാള് ഈ വേളാങ്കണ്ണിക്ക് പോകാന് ഫോട്ടോയിൽ ഒക്കെ പാത്രത്തിനകത്ത് പൈസ കയറി വന്നു, ഗേറ്റ് തുറന്ന് കയറി വന്നു. ഞങ്ങൾ 3 പേര് തന്നെയായിരിക്കും. മാസാവകാശം വന്നപ്പോ പാപ്പച്ചാനെ കണ്ട. അപ്പം ഞങ്ങൾ തിന്നിരിക്കുക പാപ്പച്ചാന്റെ വീട്ടിൽ, പഴയ വീട്ടിൽ. അപ്പൊ ഇദ്ദേഹം കയറി ഇങ്ങോട്ട് വന്നതുകൊണ്ട് പാപ്പച്ചാൻ പഴയ ആളാ, കൊട്ടാരക്കരക്കാരൻ. എന്നാ ചോദിച്ചു. അപ്പം പറഞ്ഞു വേളാങ്കണ്ണി. പുള്ളി പറഞ്ഞ് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ പോകും. കാരണം MC റോഡിൽ കൂടെ പോകണം, അതിനാ പുള്ളി പറഞ്ഞത്. വെളിയിൽ ഇറങ്ങി ഇങ്ങനെ പോകണം. വേളാങ്കണ്ണിക്ക് അതാ വെളിയിൽ ഇറങ്ങിയിട്ട് പോയാൽ മതി. നേർച്ച കൊടുക്കണ്ട, ഭിക്ഷ കൊടുത്തോ. ഒരുവൻ ധർമ്മം ചോദിച്ചാൽ അവന് ഉപേക്ഷയായിട്ട് വീടരുത്, ഉള്ളത് അവന് കൊടുക്കുക. നേർച്ചയ്ക്കും സ്തുതികൾക്കുമെല്ലാം യോഗ്യൻ സർവശക്തനായ ദൈവം. അതെ, അവരുടെ ഭാഗം പഠിക്കുമ്പോൾ ഈ സുന്ദരൻ എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുടന്തൻ പത്രോസിന്റെ യോഹന്നാനെ കണ്ടപ്പോൾ ഭിക്ഷ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞൊരു പദം നമുക്കെല്ലാം മനഃപാഠമാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഓടക്കൊണ്ടാക്കുമെന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു മോതിരം പോലും കൈ കാണുകയില്ല. ഉണ്ടാകുന്ന പറഞ്ഞാലും സത്യം പറഞ്ഞാലും ഒരു ചെറിയ മോതിരം വെഡിങ്ങിന്റെ അതെങ്ങനെ ഒരു തരുന്നത് സത്യം പറയും. കാരണം അവര് കള്ളം പറയുകയല്ലോ, കള്ളം പറയത്തില്ല. അപ്പൊ അതുപോലും ഇല്ലെന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. ഇപ്പം വിവാഹം ഉണ്ടാക്കാനല്ല, ഇതിൽ എനിക്കത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പറഞ്ഞിങ്ങനെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ അതിന്റെ മറവ് ഒരു വാച്യാർത്ഥമുണ്ട്. സ്നേഹിത, നീ ഉദ്ദേശിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. പക്ഷെ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നസറേയനായ യേശുക്രിസ്തു. തേനിലും തങ്കത്തിലും മധുരമുള്ള തിരുവചനം, അത് പൊന്നിലും തങ്കത്തിലും ആമിൽ വിലയേറിയ തിരുവചനം. ഏതെങ്കിലും വചനം, ആ വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവം സാക്ഷാൽ വചനമായ ക്രിസ്തു. അപ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. പക്ഷെ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന കാഴ്ച തന്നെ തോന്നി ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നമ്മളെ കണ്ട അങ്ങനെ തോന്നണം. ഇത് കരഞ്ഞും പോയി വന്നിരിക്കുന്നത് ഓത്രം പോലും പറയുക. ആ നോട്ടം ഇരിപ്പം കണ്ടാൽ നമ്മൾ കൊണ്ടുവന്ന വാക്യം പോലും മറന്നുപോകും. അതൊക്കെ പ്രാർത്ഥിച്ചല്ലേ ഈ തൂത് ഒരുക്കുന്നേ. അതോട് നോക്കി നമ്മളാ കൊണ്ടുവന്ന ഒന്നുകൂടെ. എനിക്ക് നിങ്ങൾക്ക് വല്ല പ്രശ്നമുള്ളവരാ, ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഉണ്ട്. കുടുംബത്തിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ചാർച്ചകളിൽ നിന്ന്, ഇടപെടുന്ന ഏത് രംഗങ്ങളിലാണ്, ജോലി സ്ഥലത്തോ ഒക്കെ പ്രശ്നമുള്ളവരെ. പക്ഷെ ദൈവസ്ഥ പ്രശ്നത്തെ നോക്കിയിരിക്കുന്നത്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന യേശുവിലേക്ക് കണ്ണുയർത്താൻ ഇന്ന് രാത്രി തന്നെ വിളിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേന്ന് ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഞങ്ങൾ നേതൃത്വമൊക്കെ അനുഭവിക്കുന്നതിന് പക്ഷെ അനേകരെ വിശാലത്തിലേക്ക് നടത്തുക. ഞങ്ങൾ രോഗികളൊക്കെയാണ്, പക്ഷെ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അനേക സൗഖ്യമാണ്. ഞങ്ങൾ ബന്ധനത്തിൽ കൂടെ പോകുന്നത്, പക്ഷെ അനേക ബന്ധനങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അഴിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരിക്കല് ഒരു യോഗത്തിനോട് ഞങ്ങളുടെ അടുത്തൊരു പിള്ളാച്ചനെ ഞാൻ വേറെ ദിവസമായിട്ട് പോവാണ് നിൽക്കാൻ. ഞാൻ ചോദിച്ചു, ഒരു ചെറിയ ഉപകാരം ചെയ്യണം. ചോദിച്ചെന്തോ? ഈ വസ്തു വിറ്റു, പൈസ കിട്ടിയില്ല, നാളത്തേക്ക് 15 ലക്ഷം രൂപ. ഞാൻ ചെറിയ ഉപകാരം. ഒന്നര കോടിക്ക് ആ വസ്തു വിറ്റത്. നാളത്തെ അത്യാവശ്യം നടക്കണം. ഞാൻ അന്തം വിട്ടു പോയി.
പുറത്ത് ഭാവ വ്യത്യാസം ഒന്നും കാണുന്നില്ല. കാരണം ചെറിയാച്ചന്റെ രാമന് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഞാൻ എന്തിനാ രാവിലെ 8 മണിക്ക് അത് കളയുന്നേ? രാവിലെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ആറന്മുള ഒരു യോഗത്തിന് പോവുക സാമിന്റെ വീട്ടില്. ഒരു അമേരിക്കൻ നാട്ടിൽ എന്നെ കൂടെ വിളിച്ച് യോഗം നടത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു രാജാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. മതി മതി നാളത്തേക്കാ പോയിട്ട് വരട്ടെ, പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം. ഞാൻ ഈ അടുത്ത് പിള്ളാച്ചിന് ഭയങ്കര സന്തോഷമായി. എനിക്ക് അല്പം വെപ്രാളം ഉണ്ടായി. പിന്നെ ഞാൻ വണ്ടി ഒന്ന് വലിയ ബസ് കയറി യോഗ സ്ഥലത്ത് ചെന്ന് യോഗമെല്ലാം നടന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്നതിനിടെ പിള്ളാച്ചൻ കയറി വന്നു. അപ്പൊ ഞാൻ പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വന്ന പിള്ളാച്ചനെ ചോദിക്കുകയും പ്രസംഗിച്ചു. ആ വീട്ടുകാരൻ നല്ല മാന്യരായ ഭവനം, മാന്യമായിട്ട് തന്നെ യാത്ര അയച്ചു. അതുകൊണ്ട് ഇവിടെ ഏർക്കുവോ തിരിച്ച് ഞാൻ ബസ് കയറി ചെങ്ങന്നൂർ വന്ന് അവിടുന്ന് ചങ്ങനാശ്ശേരി ഇറങ്ങി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ച് വരുമ്പോൾ പിള്ളാച്ചൻ ആ മുക്കിന് നിന്നിരിപ്പം ഇങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് വീട്ടിൽ പോകാതിരിക്കാൻ പോകും. ഞാൻ ആ ഓട്ടം കണ്ട ഇവിടെ നിർത്തി ഞാൻ നടന്നോളാന്ന് പറഞ്ഞു. കണ്ടം നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ നടന്ന ഹോട്ടലിൽ നിന്നപ്പം പുള്ളി ഞാൻ വരുവാന്ന് പറഞ്ഞു. എന്റെ അകത്തൊരു ചിന്ത, ഇങ്ങോട്ട് എന്നാ പറയണം. നടന്ന ഓടി അടുക്കാറായപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നിച്ച് കൈ നിന്ന് കഴിഞ്ഞ് കാശ് തരട്ടെ കിട്ടിയെന്ന് പറഞ്ഞു. പുള്ളിയുടെ മരുമകൻ എങ്ങാണ്ട് കൊണ്ട് കൊടുത്തതാ. 20 ലക്ഷം കൊടുത്തു. വൈഫങ്ങാണ്ട് വിളിച്ച് പറഞ്ഞ പൈസയ്ക്ക് ആവശ്യം വന്നില്ല. 20 ലക്ഷം എറണാകുളത്താണ്. ഞാൻ പറഞ്ഞു തരണമെന്ന് ഓർത്താൻ ഞാൻ അങ്ങനെ അതേ പറഞ്ഞ് തരുമെന്ന് എനിക്കറിയാം. പുള്ളിക്കാരി പറഞ്ഞത് നേരത്തെ പുള്ളിയോട് പറയല്ലേ. പുള്ളി എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ. കൈയൊക്കെ തന്നു തിരിഞ്ഞാൽ നടന്നപ്പം പിന്നെ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലുണ്ട് മറ്റേത് എടുക്കണ്ട എന്തെങ്കിലുണ്ടെന്ന്. പുള്ളിക്ക് 15 മതി, 20 മരുമകം കൊടുത്ത് 5 കയ്യിരിപ്പുണ്ട്. അപ്പൊ എൻ്റെ എടുക്ക് ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോ എൻ്റെത് ഉടനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കണം. കാരണം സകലത്തെക്കാളും വലിയവനാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. പാടാൻ വയ്യെങ്കിൽ ഞാൻ എന്റെ ശൈലി ഓരോ വാക്കിന് ഞാൻ പാട്ട് പാടും. എന്നെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും വിളിക്കാവൂ. ഓരോരുത്തർക്ക് ഒരേ ശൈലിയല്ലേ. ദൈവം എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് പാടാൻ അത്ര സ്വരവും ടൂണൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും വരികളാണെങ്കിലും പാടും. സ്തോത്രം. നമ്മുടെ ഒരു പാട്ട് പാടുകല്ലേ. നീ എന്നധികം തനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ. നീ എന്നധികം തനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച ശബ്ദവും ട്യൂണും അത്ര നല്ലതല്ല. എനിക്ക് പാടാം. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു
ജീവിതത്തിലുണ്ടെങ്കിൽ നീ ആ ഭാഗ്യവാൻ. ക്രിസ്തുവിന്റെ അവൻ ഉള്ളിൽ അവൻ പരിലസിക്കുന്നുണ്ടെങ്കിൽ നീ ആ ധനവാൻ. അവൻ ഓടിച്ചു പോകാം, സമയത്തെ ഭയപ്പെടുന്നു. വെള്ളിയും പൊന്നി ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ നടക്കാമാണ്. ക്ഷണത്തിൽ അവന്റെ നരിയാണി കുറച്ചു. അവിടെ വായിക്കണം, അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ അകത്ത് പള്ളിക്കകത്ത് കയറി. ഈ സൗഖ്യം പ്രാപിച്ചവന് തുള്ളിക്കണ്ട, അവൻ തുള്ളിക്ക് പോകും. ഇപ്പൊ ഈ ആത്മീയ ലോകത്ത് തുള്ള പ്രസ്ഥാനക്കാർ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. പോരാ പോരാ പോരാന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് നിൽക്കുക. ഒരിക്കൽ കൊടുത്ത് നല്ല കല്ലേലിയ, ഇപ്പൊ ചീത്ത കല്ലേലിയ ഇവിടെ. ഇത് കല്ലേലിയ എല്ലാം നല്ലതാണ്. പിന്നെ ആകം ഉള്ളവൻ ആയത്തിൽ പറയാ, ആകം പറഞ്ഞവൻ മനസ്സിലായോ? കല്ലേലിയ സ്വർഗീയ ഭാഷയല്ലേ, അത് നല്ലത് തന്നെ. ചെറുതാണെങ്കിലും വലുതെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും കല്ലേലിയ നല്ലതാണ്. സ്തോത്രം. അപ്പൊ ഇപ്പോൾ തുള്ള പ്രസ്ഥാനക്കാർ ധാരാളമുണ്ട്. സൗഖ്യം പ്രാപിച്ചവനെ തുള്ളിപ്പിടിക്കേണ്ട, അവൻ തുള്ളിക്കോളും. ഇനി യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനെ തുള്ളരുതെന്ന് പറഞ്ഞാൽ അവൻ തുള്ളും. അങ്ങനെയാണല്ലോ പുസ്തകം പഠിപ്പിക്കുന്ന. മിണ്ടാതിരിക്കാൻ പലരും വൃത്തിമായി ശാസിച്ചു, പക്ഷെ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അവന്റെ മനസ്സിലായി വിടിവിക്കുവാൻ, രക്ഷിക്കുവാൻ, അവനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനുള്ളൂ, നസറയനാകുന്ന യേശു. അതെ, അന്ന് മുതൽ ആ പ്രശ്നം സഭയ്ക്ക്. പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ചിതറിപ്പോയി, സഭയ്ക്കകത്ത് പ്രശ്നമായി, ചിന്നിപ്പോയി. സ്തേവാനോസിനെ കല്ലെറിഞ്ഞുകൊണ്ട് യാക്കോബിന്റെ വാളുകൊണ്ട് വെട്ടിക്കൊന്ന് പത്രോസിനെ കൊല്ലുവാനായി പിടിച്ച് ബന്ധിച്ചിട്ടു. അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾ. അങ്ങനെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. യോഹന്നാന്റെയൊക്കെ കാലം വന്നപ്പോൾ ചരിത്രം പറയുന്നത് യോഹന്നാനെ തിളച്ച് എണ്ണയ്ക്കകത്തിട്ടാണ്. തിളച്ച് എണ്ണയ്ക്കകത്തിട്ടു, മൂടി മാറ്റി കഴിഞ്ഞപ്പം ഇട്ടതിനേക്കാൾ മൂച്ചോടാ യോഹന്നാൻ പുറത്തോട്ടാണ്. എന്റെ ഒരു ചെറിയ അഭിപ്രായം, യോഹന്നാൻ ഒത്തിരി നാളുകൊണ്ട് ആശിക്കായിരുന്നു ചില കാച്ചെണ്ണ തയ്ച്ചു കൊടുത്താൽ. എന്നാന്ന് ചോദിച്ചാൽ കാച്ചെണ്ണ മേടിക്കാൻ കാശൊന്നും 4 നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് കയ്യിൽ അങ്ങനെ വലിയ കാശൊന്നും ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം വെളിപ്പെടുത്തുവൊന്നും വേണ്ട, അത്രയുണ്ടെന്ന് അവരും അറിയുന്നൊരു ദൈവം. 4 നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ കാശില്ല. ഒന്ന് ഈ ശുശ്രൂഷയില്ലാതെ വേറൊന്നും ഇല്ലല്ലോ അധികം. പൗലോസ് ശുശ്രൂഷയില്ലാതെ ഇത് ഒടുവിൽ പുള്ളിക്ക് ഒരു പുറപ്പും പുസ്തകവും ചർമ്മലകിതും. ചരിത്രമൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. കപ്പലൊക്കെ ഉണ്ടായിരുന്നെന്നും കപ്പലുടെ പുസ്തകത്തിന്റെ മകനായിരുന്നെന്നും ഒക്കെ. അതുകൊണ്ട് ആ കപ്പൽ യാത്രയെ പറ്റി നല്ല തിട്ടം. ചെറുപ്പം മുതൽ ഇത് വേണ്ടി പരിചയിച്ചതാണ്. അപ്പൊ എന്റെ നാടൻ ഭാഷ പറഞ്ഞ കപ്പലെ തുടങ്ങി ശുശ്രൂഷ അവസാനിച്ചപ്പോ പുതപ്പേല നിർത്തിയത്. നമ്മൾ പുതപ്പേലാ തുടങ്ങിയത്. എല്ലാവരും ആയില്ലേ ഓൾസം പാസ്റ്റേ? ആയി വരുന്നതേ ഉള്ളൂ. നാട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ 4 നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല, പക്ഷെ ശുശ്രൂഷ അനുഗ്രഹമായിരുന്നു. നിഴല് തട്ടിയാലും സൗഖ്യമാണ്. എന്നാൽ കൂട്ടി പിടിക്കാൻ പോലും ഒത്തിരിയോ റൂമാനി വിട്ടാൽ അന്നേരം സൗഖ്യമല്ലേ. സ്തോത്രം. ഭൂതത്തെ നോക്കിയാൽ അന്നേരം ഭൂതം വിട്ടുപോകും. പൗലോസ് മുഷിക്കാൻ നോക്കിയത്, എന്നിട്ട് തന്നെ ഭൂതം പോയി. ഇന്ന് ഭൂതമുള്ള പേര് പട്ടണമൊക്കെ എവിടുന്നാ വരുന്ന പേരല്ല, ആരോട് ചോദിച്ചു കല്യാണം അയക്കാൻ പോവാം. അഡ്രസ് തപ്പുക. അവൻ പോഷ്ക്ക് പറയുന്നവരവന് അവൻ തിട്ടമായിട്ട് അഡ്രസ് വല്ലതും പറയുമോ? അപ്പൊ 4 നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അതുകൊണ്ട് അതിന് 4-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ കൊടുങ്കൽ കരുതി 1-ാം ലേഖനം 4-ന്റെ 10 മുതൽ താഴോട്ട് ഓടിച്ചൊന്ന് വായിച്ചേരെ. മൈക്കിൽ കൊണ്ടൊന്ന് വായിച്ചപ്പോ പിന്നെ ഒന്ന് കേൾക്കുകയും ചെയ്യാം. 4-ന്റെ 10 മുതൽ പെട്ടെന്ന് ചെടിയിടാൻ മൈക്ക് ഓൺ ചെയ്യുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മടുത്തങ്ങൾ, ഞങ്ങൾ ബലഹീനരാണ്. വായിക്കും. ഈ നാഴിക വരെ എന്ന് പറഞ്ഞ് എഴുതുന്ന ടൈം വരെ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ഏകവചനമല്ല ബഹുവചനം. ഞങ്ങൾ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന സാരം. അതാണ് ഞങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നുമില്ല. ആ സ്ഥിരവാസം വേറെ മാറ്റി കൊണ്ട് പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഭൗതികമായിട്ട് വലിയ മെച്ചമില്ല, പക്ഷെ ആത്മീയ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞാൽ ചെന്ന് പ്രാണം തല്ലിയായി പോകുന്നത്. ചിലര് അത്താഴത്തിന് വിളിച്ചു, ചിലരത്ത് മുത്താഴത്തിന് വിളിച്ചു. പിന്നെ പ്രാതലിന് അധികം ആരും വിളിച്ചില്ല. പിന്നെ കർത്താവ് ഒരു പ്രാതൽ ഒരുക്കി.
യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടാതെ വന്നപ്പോൾ കയറി വരാൻ പറഞ്ഞു. പത്രവചനം എടുത്തിയാൽ ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. കയറി വന്നപ്പം കരലുമേ ചുട്ട മീനുമൊക്കെ കൊണ്ടു കൊടുത്ത് അത് പ്രാതല് കഴിച്ചെന്ന്. അങ്ങനെയുള്ള പ്രാതലിനെ പറ്റി. അപ്പൊ അത്താഴമൊക്കെ ഒരുക്കി പലപ്പോഴും വിശന്ന് പ്രാണം തല്ലിയായി നിങ്ങൾ പോകുന്നത്. ശുശ്രൂഷ അനുഗ്രഹം. ഇതിപ്പോ ശുശ്രൂഷ ഒന്നുമില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ശുശ്രൂഷ എങ്ങനെയാണ് അത് എല്ലാവരും ഇടയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ ഫുഡ് 5 സ്റ്റാർ ഹോട്ടൽ. അത് ശുശ്രൂഷയ്ക്ക് സമയം, ശുശ്രൂഷയ്ക്ക് 15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനോ 1.5 മണിക്കൂറുണ്ടായിരുന്നു. കാരണം കത്തിയും കോലുവരായിട്ട് തട്ടിയും മുട്ടിയല്ല. ഇത് അതിനേറെ സമയമുണ്ട്. അതിന്റെ അറിയാനുമുണ്ട്. ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയം പലയിടത്തും ഇല്ല. ശാപ്പാടിന് നല്ല സമയം എടുത്താൽ ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. കാരണം നാളെ യോഗം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. കാരണം ഇന്ന് കണ്ട പലരും നാളെ മരണം. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട. അപ്പൊ 4ാം നൂറ്റാണ്ടിൽ ഭൗതികമായി വലിയ മെച്ചമില്ല. അപ്പൊ എന്റെ ശൈലി പറഞ്ഞാൽ കാച്ചെണ്ണ മേടിക്കാൻ ആശിച്ചു. പക്ഷെ കാച്ചെണ്ണയൊന്നും മേടിക്കാൻ ഒത്തില്ല. ചില ആഗ്രഹങ്ങളെ ദൈവം നടപ്പിലാക്കി തരും. അല്പ കാച്ചെണ്ണയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ദൈവം ഒരിക്കൽ ഒരു ജമ്പ് നടച്ച് കാച്ചിട്ടതാ. വാക്യം ഒന്ന് കടവെടുത്ത് വെക്കുക. സബ്ജക്റ്റ് വേറെയാ, ആ വാക്യം ആ ഭാഗം വേറെ വിഷയമാ പറഞ്ഞെങ്കിലും ഇപ്പൊ എടുത്തൊന്ന് വെക്കുക. ചോദിക്കുന്നതിലും അപ്പൊ കാച്ചെണ്ണയാ പ്രതീക്ഷിച്ചത്. ദൈവം കൊടുത്തപ്പോ കണ്ടോ എണ്ണത്തോണിക്കകത്തിട്ടതുപോലെ പരുവത്തിനായി. അപ്പൊ പെരുമുച്ചിട്ട വെളിയിലോട്ട് വന്നത്. എണ്ണയ്ക്കകത്തിട്ട് തിളച്ച് എണ്ണയ്ക്കകത്തിട്ടാൽ കൊല്ലാനൊക്കത്തില്ല. അപ്പൊ പറഞ്ഞു കാണുമായിരിക്കാം. തീയുടെ വില കൂട്ടുക, എണ്ണ വിട്ട് തിളയ്ക്കുക, ഉപ്പേരി വറക്കും പോലെ വറക്കും. യേശുവിനെ തള്ളി പറഞ്ഞോണം. യോഹന്നാൻ പറഞ്ഞ് ഞാൻ തള്ളി പറയത്തില്ല. അതെന്നെ കാരണം പറഞ്ഞില്ലെങ്കിലും ആശങ്കത. തിളച്ച് എണ്ണയും തീയും കാണിച്ച് എന്നെ പീഡിപ്പിക്കരുത്. കാരണം ഞാൻ സേവിക്കുന്നവൻ തീയുടെ ബലത്തേക്ക് എടുക്കുന്നവനാണ്. ഞാൻ ആരാധിക്കുന്ന യേശു കർത്താവ് തീയുടെ ബലത്തേക്ക് എടുക്കുന്നവനാണ്. അതിലെയോ പുസ്തകം പഠിക്കുന്നവർക്ക് അറിയാമല്ലോ. 3 പേരെയല്ലോ തീക്കകത്തിട്ടത്. രാജാവ് പറയാ, എടാ 4 പേര് നടക്കുന്നല്ലോ. ഒരുത്തന്റെ രൂപം ദൈവദൂതന്റെ ആ രൂപത്തോടൊക്കുന്നല്ലോ. നീ തീക്കകത്തൂടെ പോകുമ്പോൾ അക്കതയാൽ നിന്നെ ദഹിപ്പിക്കത്തില്ല. 4ാമനായി നിന്റെ കൂടെ ഇറങ്ങി വരുന്ന നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചവർ അവരായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന്